സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഓരോ തവണയും നാം ആലയത്തിൽ പോകുമ്പോൾ, ഓരോ തവണയും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ തവണ നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പകരുമ്പോഴും, ഹന്ന എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവൾക്ക് കുട്ടികളില്ലായിരുന്നു. മറ്റൊരാളുടെ പേര് പെനീന. അവൾക്ക് മക്കളുണ്ടായിരുന്നു. എന്നാൽ അവൾ എപ്പോഴും ഹന്നായെ പരിഹസിച്ചിരുന്നു. അവൾ വന്നിട്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവിനോട് പരാതി പറഞ്ഞ സമയത്ത് അവൻ ചോദിച്ചു, ഞാനെന്താ ഒരു ദൈവമാണോ? ഞാനെന്ത് ചെയ്യും എന്ന് പറഞ്ഞു. എല്ലാ വർഷങ്ങളിലും അവൾ ദൈവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അവൾ പോകുന്നു, കരഞ്ഞുകൊണ്ട് അവൾ വരുന്നു. എന്നാൽ ഒരു തവണ അവൾ എന്തു ചെയ്തെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കരയാമെന്ന് അവൾ തീരുമാനിച്ചുകൊണ്ട് ആലയത്തിൻ്റെ അകത്തേക്ക് പോകുവാനിടയായി. ഹൃദയത്തെ വെള്ളം പകരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നു. ദൈവമേ, എൻ്റെ സങ്കടം നീ കാണണമേ. എനിക്കൊരു മകനെ തന്നാൽ ആ കുഞ്ഞിനെ നിനക്ക് തന്നെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ നീറി നീറി കരഞ്ഞ് തൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് പ്രവാചകനിൽ കൂടി എന്താണ് അവളോട് പറഞ്ഞത്? വരുന്ന വർഷം നിന്റെ മടിയിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 17 వాక్యం. സ്ത്രീ തന്റെ വഴിക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതും ഇല്ല. അപ്പോൾ വരെയും അവൾ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. ഇപ്പോൾ അവൾ എന്താണ് ഇവിടെ ചെയ്തത്? ദൈവസന്നിധിയിൽ പോയിട്ട് സങ്കടമെല്ലാം പകർന്നു, ദുഃഖമെല്ലാം ദൈവസന്നിധിയിൽ പകർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചു. ദൈവം നിനക്ക് മകനെ നൽകും എന്നത് വിശ്വസിച്ചു. അതിൽ പിന്നെ അന്നു മുതൽ അവൾ ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുകയായിരുന്നു, ദുഃഖിതയായിരുന്നു. എന്നാൽ അവൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നു പോയതിന് ശേഷം അവളുടെ മുഖം വാടിപ്പോകാതെ വളരെ സന്തോഷവതിയായി ജീവിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവൾക്കൊരു മകനെയും കൊടുത്തു. ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിട്ട് ഏൽപ്പിച്ചു. പിന്നെ അവൾക്ക് എന്ത് ലഭിച്ചു? ദൈവം തന്നത് ദൈവത്തിന് കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? ദൈവം ആർക്കും കടക്കാരൻ. കൊടുപ്പിൻ നിങ്ങൾക്ക്, എന്നാൽ ലഭിക്കും. ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊടുത്തപ്പോൾ ദൈവം എത്ര പേരെയാണ് തിരികെ കൊടുത്തത്? 5 മക്കളെ കൊടുക്കുവാനിടയായി. എപ്പോഴും ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ പിറകോട്ട് പോകല്ല്. പ്രഥമ ഫലം ദൈവത്തിന്റെ സ്വത്താണെന്നാണ് അവൻ പറഞ്ഞത്. പ്രഥമ ഫലമായ ആദ്യത്തെ മക്കൾ ദൈവത്തിന്റെ വേല ചെയ്യണം, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും ജീവിക്കണം. എൻ്റെ വീട്ടിൽ ഞാൻ മൂത്ത പുത്രനായിരുന്നു. എനിക്ക് താഴെ 7 പേർ സഹോദരി സഹോദരന്മാരുണ്ട്. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ വരെ യേശുവിനെ എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം എന്നെ ഡോക്ടറിനെ പഠിപ്പിക്കാനായിരുന്നു. എനിക്കൊരു ആക്ടറാവാനായിരുന്നു മോഹം. എന്നാൽ യേശു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വേല ചെയ്യുവാനായി. എന്നാൽ മാനസാന്തരത്തിന് ശേഷമായി ദൈവത്തിൻ്റെ ഹിതം അറിയുന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യ ഫലം ദൈവത്തിൻ്റെ അവകാശമാണെന്ന് വചനം സംസാരിക്കാനിടയായി. ഞാൻ വചനം വായിച്ചപ്പോൾ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നും വചനം സംസാരിച്ചു. ഒരു തടസ്സവും പറയാതെ എൻ്റെ 18ാമത്തെ വയസ്സില് ഞാൻ കാക്കനാട് ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വരാനിടയായി. എന്താണ്? മാതാപിതാക്കളെ, ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വരുവാനിടയായി. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ബന്ധുക്കളെല്ലാം വഴക്കു പറഞ്ഞു. അവർക്കറിയില്ല യേശു കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച്. നിങ്ങൾ എന്തിനാണ് ആ മകന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത്? അവൻ ഓരോ വീടുകൾ കയറിയിറങ്ങി പാസ്റ്ററായിട്ട് എങ്ങനെ ജീവിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരുപാട് നിന്ദിക്കുവാനിടയായി. ഇപ്പോൾ ഞാൻ യാചിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. ഈ സമയത്ത് ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ഞാൻ പണം വാങ്ങിച്ചിട്ട് നിങ്ങളെ ചികിത്സിക്കുമായിരുന്നു. എന്താണ്? ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 10 പൈസ ചെലവില്ലാതെ അനേകം ആളുകൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആക്ടറായിരുന്നുവെങ്കിലും അങ്ങനെ ഞാൻ അനേകം യുവജനങ്ങളെ വഴിതെറ്റിക്കുവാൻ ഞാൻ കാരണമിടയാകുമായിരുന്നു.
എന്നാൽ ഇപ്പോൾ യുവജനങ്ങൾ എല്ലാവരും തന്നെ ജയ്പോൾ പാസ്റ്റർ പോലെ ഒരു പാസ്റ്ററായിട്ട് മാറണം എന്ന ആഗ്രഹം ജനിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ സ്വാധീനിക്കാനിടയാകുന്നു. എൻ്റെ ഭക്തി നല്ലതല്ലെങ്കിൽ എൻ്റെ മക്കൾ ദൈവവേല ചെയ്യുമായിരുന്നു. എന്താണ്? അല്ലെങ്കിൽ എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകുവാനിടയാകുമായിരുന്നു. എന്നാൽ അവരുടെ ആലോചനകളും ജീവിതത്തെ എല്ലാം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു. ദൈവത്തിന്റെ വേല ചെയ്യാൻ വേണ്ടി 3 മക്കളും തീരുമാനിക്കുവാനിടയായി. അവർ ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് ജീവിക്കുന്നു. ഒരുപക്ഷെ ഞാൻ നശിച്ചു പോയിരുന്നുവെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുമായിരുന്നു. എന്നെ ദൈവം പിടിച്ചതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കും ഞാൻ അനുഗ്രഹമായി മാറിയിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ളതായ ആളുകൾക്കും അനുഗ്രഹമായി എൻ്റെ ജീവിതം മാറുന്നു. പിന്നെന്തിനാണ് നിങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് വിടാൻ ഭയപ്പെടുന്നത്? മക്കൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദുബായിലേക്ക് വിടാമെന്ന് പറയുന്നത്? 8 ലക്ഷം രൂപ ചിലവാക്കി ദുബായിലേക്ക് അയക്കുന്നു. അതേ പണം ഇവിടെ ചിലവഴിച്ചാൽ എന്തെങ്കിലും കച്ചവടം ചെയ്യില്ലേ? ആ 8 ലക്ഷം മുടക്കി എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ? ആ 1 ലക്ഷം രൂപ മുടക്കി ഏതെങ്കിലും ചെറിയൊരു വ്യവസായം ചെയ്തുകൂടെ? ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ ചെന്ന് അവൻ കൂലിപ്പണി ചെയ്യുകയാണ്. ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന പല ഇന്ത്യക്കാരും ഇപ്പോൾ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്. പാസ്പോർട്ട് ശരിയല്ലാത്തതിനാൽ, വിസ ഇല്ലാത്തതിനാൽ, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ അവിടെ തന്നെ അവർ കുടുങ്ങിക്കിടക്കുന്നു. നീ എവിടെയാണെങ്കിലും ദൈവം അവിടെ നിന്നെ അനുഗ്രഹിക്കും. എവിടേക്ക് നീ ഓടിപ്പോകേണ്ടതായ ആവശ്യം? നിന്റെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം സാധിക്കാനിടയാകും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ചെമ്മീൻ കൃഷി നടത്തി നോക്കി, എന്നാൽ എല്ലാം നഷ്ടത്തിലായി. കച്ചവടം നടത്തി നോക്കി, അതും നഷ്ടത്തിലായി. കൃഷി ഇറക്കിയപ്പോൾ വെള്ളപ്പൊക്കം വന്ന് എല്ലാം നശിച്ചുപോയി. കോഴിഫാം തുടങ്ങിയപ്പോൾ കോഴിക്ക് അസുഖം വന്ന് ചത്തുപോയി. ജോലിക്ക് പോയി നോക്കിയപ്പോൾ 3-ാമത്തെ ദിവസം ഉള്ള ജോലിയും പോയി. പരീക്ഷ എഴുതി നോക്കിയപ്പോൾ പുറകിൽ നിന്ന് ഫസ്റ്റും കിട്ടി. താഴെ നിന്ന് ഫസ്റ്റാണെന്ന്. എന്താണ്? എത്രയോ ആളുകൾ ഈ ദിവസം പരീക്ഷ എഴുതിയാൽ പാസ്സാവില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പാസ്സാവില്ല, ജോലിക്ക് പോയാൽ ചെയ്യാൻ കഴിയത്തില്ല, വ്യാപാരം ചെയ്താൽ നഷ്ടപ്പെടും. അതുകൊണ്ട് കുടുംബത്തിൽ മൊത്തം കലഹമാണ്. എന്തുകൊണ്ടാണ്? നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നത് കൊണ്ട് എന്തു ചെയ്താലും സാധിക്കുന്നില്ല. എത്രമാത്രം സമ്പാദിച്ചാലും അവസാനം ബാക്കി വരുന്നത് എന്താണെന്നറിയാമോ? കടം. എന്താണ്? ഭാര്യ അധ്വാനിക്കുന്നുണ്ട്, ഭർത്താവ് അധ്വാനിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, എല്ലാവരും കൂടി അധ്വാനിക്കുന്നത് കൂടുന്നുവെങ്കിലും കടം മാത്രമാണ് ബാക്കി വരുന്നത്. കാരണം നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളത് അല്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടി നീ ജീവിക്കുന്നില്ല. പത്രോസിന്റെ പടകിലേക്ക് യേശു പറഞ്ഞു ആഴത്തിലേക്ക് കൊണ്ടുപോയി വല വീശുവാനായി. ആ പത്രോസ് ഇങ്ങനെയാണ് വിചാരിച്ചത്: രാത്രി മുഴുവൻ ഞങ്ങൾ കഷ്ടപ്പെട്ട് വല വീശാനിടയായി. ഇതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വല വീശുകയും കയറ്റുകയും വീശുകയും കയറ്റുകയും വീശുകയും കയറ്റുകയും ചെയ്തു. ഒരു മീൻകുഞ്ഞിനെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. വീണ്ടും അവിടെ തന്നെ എറിയാൻ പറയുകയാണോ? ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ മീൻപിടുത്തക്കാരാണ്. എപ്പോഴാണ് മീൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. രാത്രി മുഴുവൻ ലഭിക്കാത്തതായ മീനുകളെ രാവിലെ ലഭിക്കുവാൻ ഇടയാകുമോ എന്നൊന്നും തന്നെ പറയാതെ ഒരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനു ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞ് വല വീശിയപ്പോൾ എന്തു സംഭവിച്ചു? വല പൊട്ടിപ്പോകുമാറ് പെരുത്ത മീൻകൂട്ടം, 2 പടകുകൾ നിറച്ച് അവർക്ക് മീനെ ലഭിച്ചു. നിന്റെ സ്വന്തം കഴിവുകൊണ്ട് നീ ചെയ്താൽ ഒന്നും നിനക്ക് നേടിയെടുക്കുവാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് ചെയ്താൽ നീ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തീയ വിശ്വാസം എന്നത് ഇടയ്ക്ക് പോയി ചെന്നിട്ട് ദൈവത്തെ ആരാധിച്ചു വരുന്നതല്ല. അങ്ങോട്ട് പോകുന്ന സമയത്ത് പള്ളി കാണുമ്പോൾ ക്രൂശി വരയ്ക്കുന്നതോ അല്ലെങ്കിൽ കാണിക്കവഞ്ചി കാണുമ്പോൾ പണമിട്ടിട്ട് വരുന്നതോ ഒന്നും തന്നെയല്ല. യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ജീവിത രീതി, നിന്റെ ലൈഫ് സ്റ്റൈൽ, നീ എവിടെയാണെങ്കിലും, നീ ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ദുബായിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ദൈവത്തിന്റെ പൈതലായിട്ട് നീ ജീവിക്കേണ്ടതാണ്. ദൈവത്തോട് ഭയഭക്തിയുള്ളവനായി ജീവിക്കണമെന്നാണ്. ഇവിടെ കുറേയേറെ മുല്ലപ്പൂ കൊണ്ട് കൂട്ടിവെക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എനിക്കൊരു മൈക്ക് തരൂ, ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് മുല്ലപ്പൂ സാക്ഷ്യം പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ കാര്യമുണ്ടോ? അത് വരുമ്പോൾ തന്നെ അതിന്റെ സുഗന്ധം നമുക്കറിയാൻ കഴിയും, മൂക്കുകൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ ഒരു ക്രിസ്ത്യാനി എവിടെയുണ്ടെങ്കിലും അവിടെ വലിയ മൈക്ക് പിടിച്ചിട്ട് അവൻ അവിടെ ഉണ്ടെന്ന് സാക്ഷ്യം പറയേണ്ട കാര്യമില്ല. നിന്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ്.
നിന്റെ ജീവിത രീതി പ്രവൃത്തികൾ സാക്ഷ്യമാണ്. നീ ജീവിക്കുന്ന ഒരു ബൈബിളായിട്ടാണ് ജീവിക്കുന്നത്. ബൈബിൾ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ബൈബിളിലുള്ളത് ജീവിച്ചു കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരായി നിൽക്കുന്ന ആളുകൾ നിന്റെ ജീവിത രീതി കണ്ടിട്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുവാനിടയാകും. ഇന്ന് യേശുവിൽ നീ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, ദൈവ പൈതലാണെന്ന് പറയുന്നു, എന്നാൽ നിന്റെ മനസ്സ് മാറിയിട്ടില്ല, ജീവിതം മാറിയിട്ടില്ല, ദുഃഖം മാറുന്നില്ല എന്ന് നീ പറയുകയാണെങ്കിൽ ചിന്തിക്കുക, ദൈവം ആർക്കും മനഃപൂർവമായിട്ട് ദുഃഖമാകട്ടെ സങ്കടമാകട്ടെ നൽകുകയില്ല. അത് മനസ്സിലാക്കണം. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ എന്തെങ്കിലും കഷ്ടത വന്നാൽ, കർത്താവേ ഞാൻ എന്തു പാപമാണോ ഇതിന് തക്കവണ്ണം ചെയ്തത്, അതായത് അവർക്ക് തന്നെ അറിയാം ഏതൊരു പാപം ചെയ്തത് കൊണ്ടാണ് എനിക്ക് കഷ്ടത വന്നിരിക്കുന്നത്, എനിക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. നിനക്ക് നന്മ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം നിന്റെ പാപമാണ്, നിന്റെ തെറ്റുകളാണ് കാരണം. തെറ്റുകൾ പ്രവർത്തിക്കുന്നത് മനുഷ്യന് ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത മാർഗം എന്താണെന്ന് വെച്ചാൽ, നീ ഒരു തവണ തെറ്റു ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇനിയും നീ എൻ്റെ അടുക്കിലേക്ക് വരണ്ട, നീ ചെയ്തതിന്റെ ഫലം നീ തന്നെ അനുഭവിച്ചുകൊള്ളൂ. നിന്റെ ജീവിതത്തിൽ നിന്റെ തലവര ആണെന്ന് പറയുന്ന ദൈവമല്ല. എത്ര പാപിയാണെങ്കിലും എങ്ങനെയുള്ളതായ വ്യക്തിയാണെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിനക്ക് ആവശ്യമായ നന്മകൾ നൽകാം, നിനക്ക് നഷ്ടമായതെല്ലാം ഞാൻ തിരികെ നൽകാം എന്നുള്ള വലിയൊരു സുവിശേഷം ഈ ദിവസം പ്രസംഗിക്കപ്പെടുന്നു. നീ ഇത്രയും നാൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിചാരപ്പെട്ട് നീ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാൽ, നമ്മുടെ പാപം അവന്റെ സന്നിധിയിൽ നാം ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളോട് നീതി കാണിക്കുന്ന വിശ്വസ്തനായ ദൈവമാകുന്നു. അവൻ നമ്മെ ശുദ്ധീകരിക്കും. അവിശ്വാസികളായുള്ളവരെ മടങ്ങി വരുവീൻ, ദ്രോഹികളായ മക്കളെ മടങ്ങി വരുവീൻ. അനുസരണമില്ലാത്ത ആളുകളുടെ നേരെ എൻ്റെ കൈ എപ്പോഴും ഞാൻ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ദിവസം നിങ്ങളെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പ്രത്യേകമായ വ്യക്തിയാണ്. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ ആരും നിന്നെ പരിഗണിക്കുന്നില്ലായിരിക്കാം, എല്ലാവരും നിന്നെ നിന്ദിക്കുകയായിരിക്കാം, നിനക്ക് വേണ്ടി ആരും കരുതുന്നില്ലായിരിക്കാം. നിന്നെ എന്തിനു കൊള്ളാം, പരീക്ഷയ്ക്ക് തോറ്റുപോയി, നിന്നെ എന്തിനു കൊള്ളാം, സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വന്നില്ല വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും അമ്മായിയമ്മ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിന്റെ ഭാര്യ എപ്പോഴും നീ ഒരു മദ്യപാനിയാണ്, കുടിയനാണ് എന്ന് പറഞ്ഞ് നിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എന്നാൽ ഒരു കാര്യം നീ ഓർക്കേണ്ടതാണ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ അതേ രീതിയിൽ അവൻ സ്നേഹിക്കുന്നു. ഒരു അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ ഏത് കുഞ്ഞിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുമോ? പറയൂ. അധ്വാനിച്ച് പണമുണ്ടാക്കുന്നവൻ ഒരുവൻ കാണും, ഭാര്യയെ കൊണ്ട് നല്ലവണ്ണം ആഹാരം വെപ്പിച്ചു കൊടുക്കുന്നവൻ കാണും, ഒരു പണിയും ചെയ്യാതെ കറങ്ങി നടക്കുന്ന ഒരുവൻ കാണും. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? മൂത്തവനെക്കുറിച്ച് എനിക്കൊരു സങ്കടവുമില്ല, രണ്ടാമത്തവനെക്കുറിച്ചും എനിക്കൊരു വിഷമവുമില്ല. ഈ മൂന്നാമത്തവന്റെ കാര്യമാണ്, ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവന്റെ ഗതി ഇങ്ങനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സ്ഥിതി എന്തായിത്തീരും? ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ആരെ സ്നേഹിക്കുന്നു? പറയൂ. യേശുക്രിസ്തു എന്തിനാണ് വന്നത്? നീതിമാന്മാർക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലതായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, നശിച്ചു പോകുന്ന ആളുകളെ കണ്ട് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും നേടുവാൻ കഴിയുന്നില്ല, ഒന്നും സമ്പാദിക്കുവാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടുന്നു. എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഒരു ദിവസം എൻ്റെ അപ്പൻ എന്നെ വഴക്കു പറഞ്ഞെന്നറിയാമോ? എടാ, ലോകത്തിലുള്ള സകലരും മാറിയാലും നീ മാറത്തില്ലടാ, നിന്നെ എന്തിനു കൊള്ളാമടാ എന്ന് ചോദിച്ചു. ലോകത്തിലുള്ള എല്ലാ ആളുകളും മാറിയാലും ഞാൻ മാറില്ല എന്ന്. അതാണ് എൻ്റെ പിതാവിൻ്റെ ചിന്ത. എന്നാൽ ദൈവം എന്നെ എങ്ങനെയാക്കി മാറ്റി? ലോകക്കാരെല്ലാവരും മാറിയാലും ഇല്ലെങ്കിലും ആദ്യം എന്നെ അവൻ മാറ്റിയോ ഇല്ലയോ? അത്ര അനുസരണക്കേടുള്ളവനായിരുന്നു, അപ്പനെ വകവയ്ക്കാത്തവനായിരുന്നു, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവനായിരുന്നു. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? അവൻ മാറ്റുക മാത്രമല്ലായിരുന്നു, അവന്റെ ശുശ്രൂഷകനാക്കി എന്നെ മാറ്റി, കർത്താവിന്റെ സാക്ഷിയായി എന്നെ നിലനിർത്തി. ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾക്ക് നീ ഒന്നിനും കൊള്ളാത്തവനായിരിക്കാം, എന്നാൽ ദൈവത്തിന് നിന്നെ മാറ്റുവാൻ കഴിയും. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ മാറ്റാൻ കഴിയില്ലായിരിക്കും, എന്നാൽ ദൈവത്തിന് നിന്നെ നന്നാക്കിയെടുക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്നതായ ശക്തി ദൈവത്തിനുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശാപത്തെ, നിന്റെ പാപത്തെ, നിനക്ക് വരേണ്ടതായ ശിക്ഷയെ, നിന്റെ നിന്ദയെയും അപമാനത്തെയും എല്ലാം തന്നെ അവൻ ആ ക്രൂശിൽ വഹിച്ചു. അവന്റെ മുഖത്ത് അവർ തുപ്പിയപ്പോൾ, അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോൾ,
അവനെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ അവൻ കൊല്ലുവാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ വായ് തുറക്കാതെയിരുന്നു. എന്തുകൊണ്ടറിയാമോ? അവൻ വായ് തുറന്നിരുന്നു എങ്കിൽ ഇന്ന് എനിക്കും നിനക്കും പാപക്ഷമ ലഭിക്കില്ലായിരുന്നു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു. ഇന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട്, നമ്മുടെ ശാപങ്ങളെ എടുത്തു മാറ്റുവാനുള്ളതായ ശക്തി നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതായ യേശുവിനുണ്ട്. ഹല്ലേലൂയ! ഈ വലിയ ദൈവം നിന്റെ ദൈവമാണെങ്കിൽ നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതായ കാര്യം ഇല്ല. അത്ര വലിയവനായ ദൈവം നിന്റെ അടുക്കൽ വന്നിട്ട് നിന്റെ ഹൃദയത്തിൽ വസിക്കാമെന്ന് പറയുന്നു. നിന്റെ ജീവിതത്തിലേക്ക് അവൻ വരാമെന്ന് പറയുകയാണ്. നമ്മുടെ ദൈവം വളരെ മര്യാദക്കാരനായ ദൈവമാണ്. ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്നിട്ട് അവൻ വാതിൽ മുട്ടുകയാണ്. ആരെങ്കിലും വാതിൽ തുറക്കുകയാണെങ്കിൽ, വാതിൽ തുറന്നു തന്നാൽ അകത്തു വരുമെന്നാണ്, അല്ലെങ്കിൽ ഇടിച്ചു പൊളിച്ചകത്തു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നവനല്ല നമ്മുടെ കർത്താവ്. നീ വാതിൽ തുറക്കുകയാണെങ്കിൽ അകത്തേക്ക് വരും. നിന്നോടൊപ്പം ഞാനിരുന്ന് ആഹാരം കഴിക്കും, നിന്നോട് കൂടെ ഞാൻ നിവസിക്കും എന്ന് പറഞ്ഞു ആ കർത്താവ്. വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിർബന്ധത്തോടുകൂടി നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയില്ല. കാരണം അതവന്റെ സ്വഭാവമല്ല. കാരണം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മൾ വെറും പാവകളെ പോലെയായിത്തീരും. അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്ക് വന്ന് മുട്ടുകയാണ്. നീ വാതിൽ തുറക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് അവൻ വരും. നിന്റെ ജീവിതത്തെ അവൻ മാറ്റിയെടുക്കും. അവനത് ആഗ്രഹിക്കുകയാണ്. നാം കഷ്ടതയിലായിരിക്കുന്നതിന്റെ കാരണം അവന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൽ അവൻ ഇടം കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരു രാജാവ് വേഷം മാറിക്കൊണ്ട് എല്ലാ ദിവസവും തന്റെ ജനങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി നടക്കുമായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യൻ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിക്കൊണ്ട് പണിയായുധങ്ങൾ നിർമ്മിക്കുന്നതായ ആല നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ ആ തീ കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ആ ആല നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ ഇരുന്നു കൊണ്ട് കഷ്ടപ്പെട്ട് പണി ചെയ്യുകയാണ്. ആ പണി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഈ രാജാവിന് ദയ തോന്നി അദ്ദേഹത്തിന് അടുക്കൽ പോയിരുന്ന് സംസാരിക്കുവാനിടയായി. എന്താണ്, നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, എൻ്റെ മക്കളുണ്ട്. എൻ്റെ മക്കളെല്ലാം ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി അവരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു. എന്നാൽ എന്നെ ഇപ്പോൾ ആരും തന്നെ കരുതുന്നില്ല, എന്നെ ആരും നോക്കുന്നതില്ല. എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അദ്ദേഹത്തോട് ഒരുപാട് മനസ്സലിവ് തോന്നുവാനിടയായി. അയാൾ കഞ്ഞി കുടിക്കുന്നതായ സമയത്ത് രാജാവിനോട് നിങ്ങളും കുടിക്കൂ എന്ന് പറയാനിടയായി. അദ്ദേഹം രാജാവാണെന്ന് അയാൾക്കറിയില്ല. അദ്ദേഹം മുഷിഞ്ഞ വേഷത്തിലാണ് ഇരിക്കുന്നത്. കഞ്ഞി കുടിക്കൂ എന്ന് പറഞ്ഞ് പകുതി കഞ്ഞി അയാള് രാജാവിന് കൊടുത്തു. അതിനുശേഷം രാജാവ് എല്ലാ ദിവസവും വൈകുന്നേരം ഇയാളുടെ അടുക്കൽ വന്ന് ഇരിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല സന്തോഷം തോന്നുവാൻ തുടങ്ങി. അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹത്തോട് മനസ്സറിവ് തോന്നി. അവർ നല്ല സ്നേഹിതന്മാരായിട്ട് മാറി. അങ്ങനെ കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം അപ്രതീക്ഷിതമായി രാജാവ് വേഷം മാറി ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാജഭൃത്യന്മാർ വരുവാനിടയായി. മഹാരാജാവേ, രാജ്ഞിക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നു, വേഗം വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊലൻ പറഞ്ഞു, എവിടെയാണ് മഹാരാജാവ്? ഇവിടെ ആരുമില്ല, ഇദ്ദേഹം എന്റെ സ്നേഹിതനാകുന്നു എന്ന് പറഞ്ഞു. നിനക്കെന്തറിയാം? നീ എന്താണ് പറയുന്നത്? അദ്ദേഹമാണ് മഹാരാജാവ് എന്ന് പറഞ്ഞ സമയത്ത് ആ ഭൃത്യന്മാർ പറയുന്നത് കേട്ട് ഇദ്ദേഹം ഞെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി. സത്യമാണോ രാജാവേ? അതേ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരയുവാൻ ആരംഭിച്ചു. അയ്യോ, അങ്ങ് രാജാവാണെന്ന് മനസ്സിലാകാതെ ഞാൻ കൊണ്ടുവന്ന കഞ്ഞി അങ്ങയ്ക്ക് നൽകിയല്ലോ. ഹെടാ പോടോ എന്നൊക്കെ ഞാൻ വിളിച്ചു. അയ്യോ, അങ്ങ് എൻ്റെ അടുക്കൽ വന്ന് എത്ര സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറി. എനിക്ക് തന്നെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എന്നോടൊപ്പം രാജകൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് എന്നോടൊപ്പം ഇവിടെ വന്നിരുന്ന് ഈ തീയുടെ ചൂടങ്ങ് സഹിച്ചല്ലോ, എൻ്റെ കഷ്ടതകളെല്ലാം അങ്ങ് കേട്ടല്ലോ എന്ന് പറഞ്ഞ് അതിശയിച്ചുകൊണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എന്താണ്? യേശു കർത്താവ് ദൈവത്തോടുള്ളതായ സമത്വത്തെ മുറുകെ പിടിക്കാതെ തന്നെത്താൻ ക്രൂശിലോളം താഴ്ത്തിക്കൊണ്ട് മനുഷ്യന്റെ ശരീരമെടുത്ത് അവതരിച്ചു. നമ്മോടൊപ്പം ജീവിക്കുവാൻ ഇറങ്ങി വന്ന വിഷയം നോക്കുമ്പോൾ സാധാരണ വിഷയമാണോ? ഒരു ലക്ഷപ്രഭുവിനെ കൊണ്ടുവന്നിട്ട് വെറും തറയിൽ കിടത്തിക്കൊണ്ട് ഒരു കീറിയ പുതപ്പ് കൊടുത്ത് അവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കിടക്കുവാൻ ഇഷ്ടമാണെങ്കിലും കൂടെ ആ കൊതുകുകടിയും ആ മൂട്ടകടിയും ഒക്കെ സഹിച്ച്, ആ തണുപ്പൊക്കെ സഹിച്ച് അദ്ദേഹത്തിന് കിടക്കാൻ കഴിയുമോ? എത്ര കഷ്ടത അനുഭവിക്കേണ്ടി വരും. സ്വർഗത്തിലായിരിക്കുന്നതായ ദൈവം നമ്മോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതിനേക്കാൾ വലിയതായ ഒരു ത്യാഗമാണ്. എങ്കിലും
നിന്നെ രക്ഷിക്കുന്നതിനായിട്ട്, എന്നെ രക്ഷിക്കുന്നതിനായിട്ട് സ്വർഗീയ സൗഭാഗ്യങ്ങളെ വിട്ടിട്ട് നിന്നോടും എന്നോടും ഒപ്പം ജീവിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നിന്റെ മനസ്സിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദാരിദ്ര്യത്തിൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സമ്പന്നനാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദുഃഖത്തിൽ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇല്ലായ്മയിൽ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ വലിയ ദൈവം എവിടെയുണ്ട്? എപ്പോഴെങ്കിലും യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ യേശുവിനെ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതാണ് മനസ്സിലാക്കിയത്. എന്റെ യേശുവിനെ ഞാൻ മരിച്ചാലും കൈവിടില്ല. മരിക്കുന്നത് വരെയും അവസാന ശ്വാസം വരെയും എന്റെ യേശുവിനെ ഞാൻ വിശ്വസിച്ച് ജീവിക്കുമെന്ന് തീരുമാനം എടുത്തു. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും, ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തെ കുറ്റം പറഞ്ഞ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിലും അവൻ നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മസ്വരൂപിയായിട്ട് നമ്മുടെ കൂടെ അവൻ, നമ്മുടെ മധ്യയിൽ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ വസിച്ച് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ ഒരു കുറവുമില്ല. ദാവീദ് പറയുകയാണ്, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തന്നെ ആവശ്യമില്ല. അവനിൽ സർവജ്ഞാനവും അധികാരവും സമൃദ്ധിയുമെല്ലാം ഉണ്ട്. ഇത്ര വലിയ ദൈവം നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തട്ടുമ്പോൾ നീ അവന് വേണ്ടി തുറന്നു കൊടുക്കില്ലേ? അവനെ ദൈവമായിട്ട് നീ സ്വീകരിക്കില്ലേ? അവൻ എന്താണ് നമ്മോട് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? എൻ്റെ മകനെ, നിന്റെ പണം നൽകൂ, നിന്റെ സ്വർണം നൽകൂ, നിന്റെ വസ്തു നൽകൂ, നിന്റെ സമ്പത്ത് നൽകൂ എന്നാണോ ചോദിക്കുന്നത്? നിന്റെ ഹൃദയം എനിക്ക് തരൂ. ആ ഹൃദയത്തെ ഞാൻ അനുഗ്രഹിക്കാം. ആ ഹൃദയത്തിൽ ഞാൻ നിവസിക്കാം. ആ ഹൃദയത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ട് നിന്റെ കുറവുകളെയെല്ലാം മാറ്റാം. നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകാം, നിനക്ക് സമാധാനം നൽകാം, നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് യേശു മുട്ടുകയാണ്. യേശു ജഡ ശരീരത്തിലായിരുന്ന സമയത്ത് അവൻ ഗലീലയിലാണെങ്കിൽ യെരുശലേമിൽ കാണില്ലായിരുന്നു. യെരുശലേമിലാണെങ്കിൽ നസറത്തിൽ കാണില്ല. ഒരു സ്ഥലത്ത് മാത്രമേ അവന് കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവൻ ആത്മസ്വരൂപനായിരിക്കുന്നത് കൊണ്ട് പുനരുദ്ധാനം ചെയ്ത കർത്താവ്, 2-3 പേർ നാം കൂടുന്നിടത്തെല്ലാം കർത്താവ് വരും. എത്ര ആളുകൾ ഹൃദയം തുറന്നാലും അത്ര ആളുകളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ശക്തിയുള്ളവനായ ദൈവമാകുന്നു. ഇന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റണമേ, എൻ്റെ ജീവിതത്തെ നിന്റെ ഹിതപ്രകാരം നടത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവേ, എൻ്റെ ജീവിതം, ഞാൻ നിന്നെ ദൂഷിച്ചിട്ടുണ്ട്, നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട്, നിന്റെ ഹിതം ഞാൻ ചെയ്തില്ല, എൻ്റെ ഹിതമാണ് ചെയ്തത്, കഷ്ടതയിലകപ്പെട്ടു, നഷ്ടം സംഭവിച്ചു, ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നു. യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് വായ് തുറന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിന്റെ ഇല്ലായ്മ മാറാൻ പോവുകയാണ്. നിന്റെ കഷ്ടത, നിന്റെ ബുദ്ധിമുട്ട് മാറാൻ പോകുന്നു. നിന്നിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നീ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മ സാന്നിധ്യം നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങുവാൻ പോവുകയാണ്. എത്ര കാലം നിന്റെ ഹിതം ചെയ്ത് നീ കഷ്ടത അനുഭവിക്കും? എത്ര കാലം ഇങ്ങനെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കുവാനിടയാകും? നീ മദ്യം കുടിച്ചു നിന്റെ ശരീരത്തെയും ആരോഗ്യത്തെയും നീ നശിപ്പിക്കുകയാണ്. കോപത്തിനും ദേഷ്യത്തിനും അസൂയയ്ക്കും ഇടം കൊടുത്ത് നിന്നെ തന്നെ നീ നശിപ്പിക്കുകയാണ്. നിന്റെ ആരോഗ്യത്തെ നീ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. എന്നെ സൗഖ്യമാക്കുന്നതായ യേശുവേ, എന്നെ ആശ്വസിപ്പിക്കണമേ. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കെന്തും ചെയ്യാൻ കഴിയും. നീ എൻ്റെ കൂടെയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലപ്പാ. സർവശക്തനായ സർവകൃപാലുവായ ദൈവമേ, പരിശുദ്ധനെ, ഉന്നതമായ സ്ഥലങ്ങളിൽ നിവസിക്കുന്നവനെ, നുറുങ്ങിയ ഹൃദയത്തിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നതായ ഞങ്ങളുടെ പ്രിയ ദൈവമേ, ഇതാ ഞങ്ങളുടെ പാപത്തിനു വേണ്ടി ഞങ്ങൾ പശ്ചാത്തപിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. എൻ്റെ ഹൃദയത്തിലുള്ളതായ അഹംഭാവത്തെയും, എൻ്റെ ഹൃദയത്തിലുള്ളതായ അവിശ്വാസത്തെയും, എൻ്റെ ഹൃദയത്തിലുള്ളതായ ലോക ആശയും, എൻ്റെ ഹൃദയത്തിലെ വേദനയും ഭാരവും ദുഃഖവും എല്ലാം തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീയാണ് ഞങ്ങളുടെ രാജാവ്, നീയാണ് എൻ്റെ കർത്താവ്. ഞങ്ങൾ നിന്റെ സ്വന്തമാണ്. നിന്റെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കണമേ. ഇതാ കർത്താവേ, എൻ്റെ കരം നീ പിടിക്കണമേ. ഇതാ കർത്താവേ, നിന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ എന്ന വിശ്വാസത്തോടുകൂടി എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുക. ഒരു അത്ഭുതം സംഭവിക്കുന്നു. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, യേശുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വരണമേ. ഞാൻ എത്രമാത്രം അധ്വാനിച്ചാലും, എത്രമാത്രം ഞാൻ പ്രയാസപ്പെട്ടാലും, എത്ര പരിശ്രമങ്ങൾ നടത്തിയാലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടിയെടുക്കുവാൻ കഴിയുന്നില്ലപ്പാ. എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തെ അറിയുന്നതായ ദൈവമേ,
ആരുടെ ഹൃദയമാണോ ഞരങ്ങുന്നത്, ഏതു ഹൃദയമാണോ നെടുവീർപ്പിടുന്നത്, ഏതു ഹൃദയത്തിലാണോ വേദനയുള്ളത്, ആരാണ് കണ്ണുനീരോടെ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നീ വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവമാകൊണ്ട്, ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാകൊണ്ട്, ഈ രാത്രിയിൽ നിന്റെ അത്ഭുതത്തെ നീ ചെയ്യണമേ. ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ആരും തന്നെ വന്നതുപോലെ മടങ്ങിപ്പോകുവാൻ പാടില്ല. എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു, എന്റെ കർത്താവ് എന്നെ ദർശിക്കുവാനിടയായി, എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി, എന്റെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു എന്നുള്ളതായ വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ